നമസ്കാരം, എല്ലാവർക്കും സഹാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മൾ എന്താണ് ഒരു മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റിൽ ഒരു വാല്യൂ ഉണ്ടാകും, ഒരു യൂണിറ്റ് ഉണ്ടാകും. അപ്പോൾ ആ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് യൂണിഫൈ ചെയ്തെടുത്തത്, ലോകത്തെല്ലായിടത്തും എന്തെങ്കിലും പർട്ടിക്കുലർ മെഷർമെൻറ്റ് നടത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ എങ്ങനെയാണ് അളവുകൾ ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞൊരു 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വ്യത്യസ്തങ്ങളായ വിവിധ തരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ മെഷർ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മെഷർ ചെയ്യുന്ന വാല്യൂസ് കൃത്യമാണോ എന്ന് നമ്മളെങ്ങനെ അറിയും, അല്ലെങ്കിൽ ഈ മെഷർ ചെയ്യുന്ന വാല്യൂസ് സൂക്ഷ്മമാണോ എന്ന് നമ്മളെങ്ങനെ അറിയും എന്നതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞൊരു ഉദാഹരണം പോലെ നിങ്ങളോട് പറയുകയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു എന്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നമ്മളത് പഠിക്കും. ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ആണ് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി പറയുന്നുണ്ട്, ഭൂമിയിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നിങ്ങളൊരു വസ്തുവിനെ താഴേക്ക് ഇട്ടാൽ ഈ പറഞ്ഞ പോലെ ആ വസ്തു താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ത്വരണം അഥവാ ആക്സിലറേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഏക ഫോഴ്സ് ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആക്സിലറേഷൻ ഇതായിരിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. ഇത് തിയററ്റിക്കലി നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ. ഒരു വസ്തു താഴേക്ക് ഇട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇത് തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാം, അതായത് ഒരു പെൻഡുലം. ഓക്കെ, അതായത് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാൻഡിൽ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു നൂല് താഴേക്ക് ഇട്ടിട്ട് ഒരു ബോബ് അതിൻ്റെ അറ്റത്ത് കിട്ടുന്നു, എന്നിട്ട് അതിനിങ്ങനെ പൊക്കി പിടിച്ചിട്ട് വിട്ടാൽ അതെന്ത് ചെയ്യും, ഇങ്ങോട്ട് ആടി വരും, തിരിച്ച് ഇങ്ങനെ ആടി വരും അല്ലേ, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും രണ്ട് സൈഡിലോട്ട്. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കാറുള്ളത്. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ്, അതായത് തുടങ്ങിയിടത്ത് തന്നെ ഇങ്ങോട്ട് പോയി തിരിച്ചു വന്നു ഇങ്ങനെ വന്നു അല്ലേ, ഒരു ഓസിലേഷൻ നമ്മളതിനെ പറയുന്നത്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ ഒരു സിമ്പിൾ പെൻഡുലത്തിന് വേണ്ട സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുന്നത്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുന്നത്. ഈ ടൈം പീരീഡിൻ്റെ ഫോർമുല എന്താണ്, ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √L/g എന്നതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്താൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2π സ്ക്വയർ ചെയ്യുമ്പോൾ 4 ഇൻറ്റു പൈ സ്ക്വയർ അല്ലേ, ഇൻറ്റു റൂട്ട് മാറും സ്ക്വയർ ചെയ്യുമ്പോൾ L/g എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജി ഇനി ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും, 4π ജി ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു L/t സ്ക്വയർ എന്ന് കിട്ടും. ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണ്ടേ, ജസ്റ്റ് എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നതെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ പറഞ്ഞു തരുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം എങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ ടൈം പീരീഡ് ഉപയോഗിച്ചുകൊണ്ട് ആ സിമ്പിൾ പെൻഡുലം എവിടെ വെച്ചാണോ നമ്മൾ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്തത്, ആ സിമ്പിൾ പെൻഡുലത്തെ നമ്മൾ ഓസിലേറ്റ് ചെയ്തത്, ആ പ്ലേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലേ ഇതിൻ്റെ അർത്ഥം. അതെങ്ങനെ കണ്ടുപിടിക്കാം, ടൈം പീരീഡ് ടിയും പെൻഡുലത്തിൻ്റെ ലെങ്ത് എല്ലും ആണെങ്കിൽ 4π സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 4π സ്ക്വയർ ഇൻറ്റു L/t സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടും എന്നതാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു സിമ്പിൾ പെൻഡുലം തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇതിനിങ്ങനെ ഓസിലേറ്റ് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് കണക്കാക്കുക, ആ ടൈം പീരീഡും ആ ടൈം പീരീഡിൻ്റെ സമയത്ത് പെൻഡുലത്തിൻ്റെ ലെങ്തും കണക്കാക്കുക. ഈ ടിയും എല്ലും കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിച്ചൂടെ. ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു 5 പ്രാവശ്യം നിങ്ങൾ പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യുക. ഈ 5 പ്രാവശ്യവും അപ്പോഴത്തെ ലെങ്തും അപ്പോഴത്തെ ടൈം പീരീഡും കാൽക്കുലേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ജി എടുക്കുക. ഈ 5 പ്രാവശ്യം നിങ്ങൾക്ക് 5 ജി ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ പ്ലസ് 1 പ്ലസ് 2 സയൻസ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഈ എക്സ്പെരിമെൻ്റ് അവർ ലാബിൽ ചെയ്തതായിരിക്കും. എത്ര പ്രാവശ്യം റിപ്പീറ്റഡായി ചെയ്താലും ഇടയ്ക്കെങ്ങാനും മറ്റേ മരുഭൂമിയിലെ മഴ പോലെ 9.8 അടുത്ത വാല്യൂ കിട്ടും. അല്ലാതെ നിങ്ങൾ ഓരോ തവണ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഓരോ വാല്യൂ ആണ് നിങ്ങൾക്ക് ജിക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റ് നടത്തി ആ മെഷർമെൻറ്റിനനുസരിച്ച് ജി എന്നൊരു വാല്യൂ കണ്ടുപിടിച്ചു. ആ ജി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 9.8 മീറ്റർ സ്ക്വയർ ആവണമെന്നില്ല, പലതരം വാല്യൂ കിട്ടാം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഒരു വാല്യൂ എത്രയാണ്, 9.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നിങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് വാല്യൂ. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 9.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി.
രണ്ടാമത്തെ തവണ നിങ്ങൾ ഇതേ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 9.76 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ തവണ ഇതേ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ജിയുടെ വാല്യൂ എത്ര കിട്ടി? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഓക്കെ, 3 വാല്യൂസ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു തവണ കൂടി നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ എത്ര തവണയായി? 1 2 ഇത് 2 ഇത് 3. നാലാമത്തെ തവണ ഇതേ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ജിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നെ കിട്ടി എന്ന് വിചാരിക്കുക. ഇങ്ങനെ തന്നെ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ 4 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ 4 വാല്യൂ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നിങ്ങളുടെ ആക്ച്വൽ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ഏതാണ്? നിങ്ങളുടെ ഈ 4ാമത്തെ മെഷർമെൻ്റ് ആണ് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ. എങ്ങനെയോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചെയ്തപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ കിട്ടി. അപ്പോൾ ഇതിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന വാല്യൂ ഏതാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇതിലേറ്റവും സൂക്ഷ്മമായ വാല്യൂ ഏതാണ് എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂക്ഷ്മം, ആ വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എത്രത്തോളം സൂക്ഷ്മമായി ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നു, ആ സൂക്ഷ്മതയാണ്. സൂക്ഷ്മമായ എല്ലാ ഒബ്സർവേഷനും കൃത്യമാവണമെന്നില്ല. അതായത് ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഈ 9.8 എന്ന ആക്ച്വൽ വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്ന വാല്യൂ 9.8, അതായത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഒരു സ്ഥാനം വരെ നിങ്ങൾ കൃത്യമായി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ 2 മെഷർമെൻറ്റുകൾ നോക്കിയേ, ഈ സെക്കൻഡ് മെഷർമെൻറ്റും തേർഡ് മെഷർമെൻറ്റും നോക്കിയേ. ഇവിടെ ഈ 2 വാല്യൂസും ഇതിനേക്കാൾ അകലെയാണ്. അതായത് ഈ മെഷർമെൻറ്റ് ആക്ച്വൽ വാല്യൂവിനോട് എത്ര അടുത്ത് നിൽക്കുന്നോ അതിനേക്കാൾ അകലെയാണ് ഈ 2 മെഷർമെൻറ്റും. അപ്പോൾ ഇത് രണ്ടും കൃത്യമായ മെഷർമെൻറ്റുകളല്ല. പക്ഷേ ഇത് രണ്ടും നോക്കി ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 2 പ്ലേസ് വരെ ഇത് കൃത്യമായി മെഷർ ചെയ്തിട്ടില്ലേ? അതായത് രണ്ടാമത്തെ മെഷർമെൻറ്റിൽ 9.76 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും മൂന്നാമത്തെ മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് കിട്ടിയത്. ഈ 2 വാല്യൂസിനേക്കാളും ആക്ച്വൽ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നത് 4th മെഷർമെൻ്റ് ആണ്. പക്ഷേ ഈ 2 മെഷർമെൻറ്റുകളും കൂടുതൽ സൂക്ഷ്മമാണ്. അതായത് ആ വാല്യൂവിൻ്റെ സൂക്ഷ്മത കൂടുതലാണ്, റെസല്യൂഷൻ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ 4th മെഷർമെൻറ്റ് ഈസ് ആക്യുറേറ്റ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ 4ാമത്തെ മെഷർമെൻറ്റ് എന്താണ്? ആക്യുറേറ്റ് ആണ്. കാരണം ആ മെഷർമെൻറ്റ് ആക്ച്വൽ വാല്യൂവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു. എന്താണ്? ആക്ച്വൽ വാല്യൂവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു. അതുകൊണ്ട് ഈ മെഷർമെൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാതെ ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ 2 മെഷർമെൻറ്റുകളും എന്താണ് പ്രിസൈസ് ആണ് എന്ന് നമുക്ക് പറയാം. ദേ ആർ മോർ പ്രിസൈസ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി പ്രിസൈസ് ആയ മെഷർമെൻറ്റ് എന്താവണമെന്നില്ല, ആക്യുറേറ്റ് ആവണമെന്നില്ല. ആക്യുറേറ്റ് ആയി എന്നതുകൊണ്ട് ഒരു മെഷർമെൻറ്റ് എന്താവണമെന്നില്ല, സൂക്ഷ്മമാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്യുറസിയും പ്രിസിഷനും. എത്രത്തോളം എന്ത് ചെയ്യുന്നു, നമ്മൾ അളന്ന വാല്യൂ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ ട്രൂ വാല്യൂവുമായി ചേർന്ന് നിൽക്കുന്നു. ഇപ്പം നിങ്ങളുടെ NCERTയിൽ ഇതിന് പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി എന്താവും, ക്ലാരിറ്റി കിട്ടും. അതായത് ഇപ്പം നമ്മൾ ഈ ജിയിലോട്ടൊന്നും പോകണ്ട. അപ്പോൾ ജി നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമായി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നിങ്ങൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യുന്ന. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴും മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിൽ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷറിങ് ഡിവൈസ് വേണം. ഇത് വെച്ച് മാത്രം നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നതാണെന്നാണ്. അങ്ങനല്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ലെങ്ത് അളന്നു, ടൈം പീരീഡ് അളന്നു. അതളക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ലെങ്ത് അളക്കാനുള്ള സ്റ്റോപ്പ് വാച്ചും ലെങ്ത് അളക്കാനുള്ള മീറ്റർ സ്കെയിലും ടൈം അളക്കാനുള്ള സ്റ്റോപ്പ് വാച്ചും നമ്മുടെ കയ്യിലുണ്ട്. അത് രണ്ടും വെച്ച് നടത്തിയ മെഷർമെൻ്റ് അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് മൂന്നാമത് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ മെഷർമെൻറ്റുകളും ഒരു മെഷറിംഗ് ഡിവൈസിലൂടെ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ റെസല്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് ഈ പ്രിസിഷൻ പറയണമെങ്കിൽ ഇപ്പം ഈ ഉദാഹരണം പറയുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യണം. അതേതാണെന്നറിയോ? അത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് ചോദിച്ചാൽ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കാൾഡ് ദ ലീസ്റ്റ് കൗണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിത് ഒരു മെഷറിംഗ് ഡിവൈസ്, ഇതിപ്പോൾ നിങ്ങൾ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് ഡിവൈസാണ് ഇത്. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു സ്കെയിൽ പോലാണെന്ന് അസ്യൂം ചെയ്തോണേ. വരയ്ക്കുമ്പോൾ നമുക്കിതിൽ ബുദ്ധിമുട്ടുകൾ വരും. ഇത് രണ്ടാമത്തെ മെഷറിംഗ് ഡിവൈസ്.
ഓക്കെ, 2 മെഷറിംഗ് ഡിവൈസ് ഉണ്ട്. ആദ്യത്തെ മെഷറിംഗ് ഡിവൈസ് എ, രണ്ടാമത്തെ മെഷറിംഗ് ഡിവൈസ് ബി. ഓക്കെ, ഈ എ എന്ന് പറയുന്ന മെഷറിംഗ് ഡിവൈസിൽ ദേ ഇവിടെ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് 0 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1 മാർക്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ 2 മാർക്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ 3 മാർക്ക് ചെയ്തിരിക്കുന്നു, ഇനി ഏറ്റവും അറ്റത്ത് 4. ആകെ ഇത്രയും മാർക്കിങ്ങേ എവിടെയുള്ളൂ? നിങ്ങളുടെ ഈ എ എന്ന് പറയുന്ന മെഷറിംഗ് ഡിവൈസിലുള്ളൂ. ആകെ ഈ എത്ര 0, 1, 2, 3, 4 ഈ 5 പോയിന്റുകളെ ആദ്യത്തെ മെഷറിംഗ് ഡിവൈസ് എയിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തേതിൽ ദേ ഇവിടെ 0 മെഷർ ചെയ്തിട്ടുണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ദേ ഇതിൻ്റെ അകത്ത് വേറെ മാർക്കിംഗ് ഉണ്ട്, 7, 8, 9, 10. അതുപോലെ ഇപ്പോൾ എത്ര ഉണ്ട്? 10 ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 മൊത്തം 10 ആയി. അതുപോലെ 1, 2, 3, 4, 5, 6, 7, 8 1, 2, 3, 4, 5, 6, 7, 8 അപ്രോക്സിമേറ്റ്ലി ഇവിടെ ഈക്വൽ ലെങ്ത് ആണെന്ന് വിചാരിക്കുക. ഇത്രയും മാർക്കിംഗ് എവിടെയുണ്ട്? ബിയിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് ഈ പേനയുടെ നീളം എത്ര? നമ്മൾ ഫസ്റ്റ് ദിവസം പറഞ്ഞ എക്സാമ്പിൾ തന്നെ. ഈ പേനയുടെ നീളം ചോദിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ പേന ഇതുപോലെ എന്ത് ചെയ്യും? ഈ ആദ്യത്തെ മെഷറിംഗ് ഡിവൈസിൽ വെക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്തോ ഭാഗ്യം കൊണ്ട് 2ൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുക. ഇത് 0യിൽ തുടങ്ങി 2ൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആകെ 0 കഴിഞ്ഞാൽ പിന്നെ 1 ഉണ്ട്, അത് കഴിഞ്ഞാൽ 2 ഉണ്ട്. പക്ഷേ എൻ്റെ പേനയുടെ നീളം അൺഫോർച്ചുനേറ്റ്ലി ഈ 2ൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് കൃത്യമായി ഈ പേനയുടെ നീളം എത്രയാണ് എന്ന് ഈ മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളത് ഈ രണ്ടാമത്തെ മെഷറിംഗ് ഡിവൈസിലോട്ട് വെച്ചേ, കണ്ടോ ഇവിടെ കൃത്യമായിട്ട് കണ്ടോ ഈ പേനയുടെ നീളം എന്ന് പറയുന്നത് 2ന് തൊട്ട് മുമ്പുള്ള മാർക്കിങ്ങിലാണ്. ദേ ഇവിടെയായിട്ടാണ് പേനയുടെ നീളം. 2ന് തൊട്ട് മുമ്പുള്ള മാർക്കിംഗ് 0 മുതൽ ഈ 2ന് തൊട്ട് മുമ്പുള്ള മാർക്കിംഗ് വരെയാണ് ഈ പേനയുടെ നീളം. അപ്പോൾ എനിക്കത് കൃത്യമായി പറയാം. കാരണം ഇവിടെ 0 മുതൽ 1 വരെയുള്ളത് 1 സെൻറ്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഓരോ ചെറിയ മാർക്കിങ്ങും എത്രയാണ്? ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓരോ ചെറിയ മാർക്കിങ്ങും എത്രയാണ്? 1 മില്ലിമീറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇതിലെ ഓരോ ചെറിയ മാർക്കിങ്ങും 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 2ന് തൊട്ട് മുമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 കഴിഞ്ഞ് പിന്നീട് 9 മാർക്കിംഗ്. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്ററും 9 മില്ലിമീറ്ററും. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം? 1.9 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദിസ് പെൻ ഈസ് 1.9 ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എഴുതാം. പക്ഷേ ഇവിടെ അപ്രോക്സിമേറ്റ്ലി 2ൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് മാക്സിമം ആക്യുറസിയിൽ എന്തെന്ന് എഴുതാൻ പറ്റും? 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കൂടുതൽ സൂക്ഷ്മമായി ലെങ്ത് അളക്കാൻ ഇവിടെ സാധിക്കും. കൂടുതൽ സൂക്ഷ്മമായി ഇവിടെ ലെങ്ത് അളക്കാൻ സാധിക്കും. കാരണം ഇവിടെ എന്തുണ്ട്? 1ൻ്റെയും 2 ഇവിടെ 0 കഴിഞ്ഞാൽ പിന്നെ 1, 2 പിന്നെ 3 പിന്നെ 4 ഈ 4 മാർക്കിങ്ങേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരമാവധി കൃത്യതയോടെ അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് ഏതാണ്? അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇവിടെ ഈ ലെങ്ത് അളന്നതിലെ കൃത്യത അല്ല ഇവിടുത്തെ കൺസെപ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് പരമാവധി കൃത്യതയോടെ അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് എത്രയാണ്? ഇവിടെ അത് 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? കാരണം 0 കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർക്കിംഗ് 1 എക്സാക്ട്ലി നമുക്ക് വച്ച് ഇത് മുതൽ ഇതുവരെയാണ് ലെങ്ത് എന്ന് കൃത്യമായി അളക്കാൻ പറ്റുന്നത് 1 സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് ഡിവൈസിൽ. പക്ഷേ രണ്ടാമത്തെ ഡിവൈസിൽ അത് എത്രയാണ്? ഇവിടെ ഈ ചെറിയ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഈ മാർക്കിനും ഈ മാർക്കിനും ഇടയിലെ ലെങ്ത് ഇതിന് കൃത്യമായി അളക്കാം. അതെത്ര? 1 മില്ലിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ഡിവൈസിന് ഏറ്റവും കൃത്യതയോടെ അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ രണ്ടാമത്തെ ഡിവൈസിന് കൃത്യതയോടെ അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഏതിലാണ് കൂടുതൽ സൂക്ഷ്മമായ മെഷർമെൻറ്റ് നമുക്ക് നടത്താൻ സാധിക്കുക? രണ്ടാമത്തേലാണ്. അതാണ് ഞാൻ പറഞ്ഞ പ്രിസിഷൻ എന്ന കൺസെപ്റ്റ്. രണ്ടാമത്തേതിൽ എന്നാലും നമ്മൾ ഈ രണ്ടാമത്തേത് വെച്ച് നടത്തുന്നത് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ആവണമെന്നില്ല. അവിടെ നമുക്ക് കിട്ടുന്ന കൃത്യമായ വാല്യൂ ആവണമെന്ന് നിർബന്ധമില്ല. അതിനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1 മില്ലിമീറ്റർ വരെ കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഇവിടെ പക്ഷേ 1 സെൻറ്റിമീറ്റർ വരെ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കാൾഡ് ലീസ്റ്റ് കൗണ്ട്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. എന്താണ്? ഒരു മെഷറിംഗ് ഡിവൈസിന് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ 12, ഇവിടെ 5, ഇവിടെ 10. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെ ക്ലോക്ക് എന്ന് വിചാരിക്കുക. ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ഒരു മറ്റേ നമ്മളെ ടൈമർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമർ ആണെന്ന് വിചാരിക്കുക. അതായത് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ 0 മുതൽ 5 വരെയാണ് 1 സെക്കൻഡ് അടിക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെ പോട്ടെ, ഇവിടെ നമുക്ക് 0, 1, 2 എന്ന് അടിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. 0, 1, 2, 3 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 0ൽ നിന്ന് 1 വരെ അടിക്കുമ്പോൾ എന്താവും?
ഇത് 1 സെക്കൻഡ് ആവും. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പെൻഡുലം ആട്ടുന്നൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. പെൻഡുലം ആട്ടുമ്പോൾ ഇതിന് ഓസിലേഷൻ എടുത്ത സമയം എത്രയാണെന്ന് നോക്കുമ്പോൾ 1 സെക്കൻഡ് അടിച്ചു. 1 സെക്കൻഡ് അടിച്ചിട്ട് 1നും 2നും ഇടയിലുള്ള ഏതോ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യാം. ഇവിടെ സൂചി എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഓസിലേഷൻ അങ്ങ് നിന്നു. അപ്പോൾ അതാണ് ഒരു ഓസിലേഷന് വേണ്ടി വന്ന സമയം എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോപ്പ് വാച്ച് ഞാൻ ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്നായിരിക്കും. എനിക്കൊരു സ്വിച്ച് ഉണ്ട്, ഇവിടെ വെച്ച് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അപ്പോഴും എൻ്റെ സ്റ്റോപ്പ് വാച്ചിൽ 0 കഴിഞ്ഞാൽ പിന്നെ 1ഉം 1 കഴിഞ്ഞാൽ പിന്നെ 2 മാർക്കിംഗ് ആയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എനിക്കിവിടെ അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂ എത്ര? 1 സെക്കൻഡാണ്. 0 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 2. അപ്പോൾ എനിക്ക് കൃത്യമായി ഈ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എനിക്ക് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. പക്ഷേ നിങ്ങൾ രണ്ടാമത്തെ ഒരു സ്റ്റോപ്പ് വാച്ച് നോക്കിയിടേ, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ ഇതുപോലെ ബാക്കി സെക്കൻഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഓരോന്നിനിടയിലും 10 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇതേ കണ്ടീഷൻ നിങ്ങൾ നോക്ക്. 1 കഴിഞ്ഞത് ഇവിടെ വെച്ചതിന് സ്റ്റോപ്പായിരുന്നു. അതായത് ഇതാണ് ഒന്നെങ്കിൽ ഇവിടെ വെച്ചാണ് എന്ത് ചെയ്തത്? എൻ്റെ പെൻഡുലം സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് 1 കഴിഞ്ഞ് 2 മാർക്കിങ്, 1 കഴിഞ്ഞുള്ള രണ്ടാമത്തെ മാർക്കിങ്ങിൻ്റെ അവിടെയാണ് സ്റ്റോപ്പ് ആയത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അല്ലേ? അങ്ങനെ അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? 1 സെക്കൻഡും 2 മില്ലി സെക്കൻഡും, അതായത് 1.2 സെക്കൻഡ് എന്ന് എനിക്ക് പറയാം. 1.2 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് ഈ പെൻഡുലം ഒരു തവണ ഓസിലേറ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാം. പക്ഷേ ആദ്യത്തെ ക്ലോക്ക് വെച്ചാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് വാച്ചിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 സെക്കൻഡാണ്. പക്ഷേ എൻ്റെ രണ്ടാമത്തെ വാച്ചിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലി സെക്കൻഡാണ്. കണ്ടോ? അപ്പോൾ ഇതാണ് ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലീസ്റ്റ് കൗണ്ട് കൂടിയ ഇൻസ്ട്രുമെൻറ്റുകളാണ് എടുക്കുന്നതെങ്കിൽ, അതായത് വലിയ വലിയ അളവുകളാണ് ഒരു ഡിവൈസ് വെച്ച് അളക്കാൻ പറ്റുന്നതെങ്കിൽ അത് വെച്ച് ഞാൻ നടത്തുന്ന മെഷർമെൻറ്റിന് സൂക്ഷ്മത കുറവായിരിക്കൂലേ? ഇവിടെ എനിക്ക് പരമാവധി 1 സെൻറ്റിമീറ്റർ വരെയാണ് സൂക്ഷ്മതയോടെ അളക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ 1 മില്ലിമീറ്റർ, അതായത് 0.1 സെൻറ്റിമീറ്റർ വരെ എനിക്ക് കൃത്യമായി അളക്കാം. അളന്നൂടെ? അങ്ങനെയാണ് എനിക്കിവിടെ മെഷർമെൻറ്റുകൾ നടത്താൻ പറ്റുക. അപ്പം നിങ്ങൾ നോക്കിയേ, ലീസ്റ്റ് കൗണ്ട് ചെറുതാകും തോറും, ലീസ്റ്റ് കൗണ്ട് ചെറുതാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് ഡിവൈസ് കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ചെറിയ അളവ് പരമാവധി ചെറുതാകുന്നു. പരമാവധി ചെറുതാകും തോറും ഞാൻ നടത്തുന്ന മെഷർമെൻറ്റിൻ്റെ സൂക്ഷ്മത കൂടും. ഇനി ഇവിടെ 0 കഴിഞ്ഞ് 1 സെൻറ്റിമീറ്റർ വരെ എനിക്ക് അളക്കാൻ പറ്റൂ. 0 കഴിഞ്ഞ് 2 ഡെസിമൽ കഴിഞ്ഞ് 2 പൊസിഷൻ വരെ അളക്കായിരുന്നെങ്കിൽ, 3 പൊസിഷൻ വരെയൊക്കെ അളക്കാവുന്ന ഡിവൈസ് ആണെങ്കിൽ നോക്കി 0.001 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവിടെ ഇത് വെച്ച് ഞാനൊരു ലെങ്ത് അളന്നാൽ എനിക്ക് കിട്ടാൻ പോകുന്നൊരു വാല്യൂ 1.978 സെൻറ്റിമീറ്റർ. ഇതാണ് എനിക്ക് കിട്ടുന്നൊരു ലെങ്ത്. ഈ ഡിവൈസ് വെച്ച് അളന്നാൽ എനിക്ക് കിട്ടുന്ന എന്താ? 9.7 സെൻറ്റിമീറ്റർ. ഇത് വെച്ച് അളന്നാൽ അപ്രോക്സിമേറ്റ്ലി 9 സെൻറ്റിമീറ്റർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. കാരണം ഇതിനിടെ വേറെ മാർക്കിംഗ് ഇല്ല. കൃത്യമായി എനിക്ക് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ കറക്കി കുത്തി എന്തെന്നും എഴുതും, ഒരു 9.8 എന്നും എഴുതും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ വ്യത്യാസം നോക്കി. ആദ്യത്തെ ഡിവൈസ് വെച്ച് അളക്കുമ്പോൾ എനിക്ക് പരമാവധി 9 അല്ലെങ്കിൽ 9.8, രണ്ടാമത്തിലും അത് 9.7, മൂന്നാമത്തെ നോക്കി 1.978 എന്നൊരു ലെങ്ത്. ഈ ലെങ്തുകൾ ഈ ഒരേ സാധനത്തിൽ ലെങ്ത് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ജസ്റ്റ് ഏതോ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡിവൈസ് എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 1.978 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 1 കഴിഞ്ഞ് 3 ഡെസിമൽ പ്ലേസ് വരെ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ റെസല്യൂഷൻ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഇതാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റെസല്യൂഷൻ ഓഫ് എ മെഷറിംഗ് ഡിവൈസ്. ഇവിടെ റെസല്യൂഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഈ മെഷർമെൻറ്റ് സൂക്ഷ്മമാണ് എന്ന് നമുക്ക് പറയാം. ഈ മെഷർമെൻറ്റ് എന്താണ്? സൂക്ഷ്മമാണ് അഥവാ പ്രിസൈസ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതാണ് പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് NCERT തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. ഒരു പർട്ടിക്കുലർ ലെങ്ത്, ഇതിൻ്റെ ട്രൂ വാല്യൂ, അതായത് ആക്ച്വലി ആ ലെങ്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.678 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 3.678 സെൻറ്റിമീറ്റർ ആണ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് റെസല്യൂഷൻ ഞാൻ ഈ പറഞ്ഞ അതുകൊണ്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ ആണ്. അത് വെച്ച് അളന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആ ലെങ്ത് 3.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് വേറൊരു മെഷറിംഗ് ഡിവൈസ് എടുത്തു. അതിൻ്റെ റെസല്യൂഷൻ എത്രയാണ്? 0.01, അതായത് ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് വരെ അതിന് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. അത് വെച്ച് അളന്നപ്പോൾ നമുക്ക് ലെങ്ത് എത്രയെന്ന് കിട്ടി? 3.38 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, നമ്മുടെ ട്രൂ വാല്യൂ എത്രയാണ്? 3.678. ഓക്കെ, ആദ്യത്തെ മെഷറിംഗ് ഡിവൈസ് വെച്ച് അളന്നപ്പോൾ നമുക്കിത് 3.5 എന്ന് കിട്ടി. രണ്ടാമത്തെ മെഷറിംഗ് ഡിവൈസ് വെച്ച് അളന്നപ്പോൾ 3.38 എന്ന് കിട്ടി. ഇനി ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ആക്യുറസിയിൽ നമ്മൾ എന്താ പറഞ്ഞേ?
നമ്മൾ നടത്തുന്നൊരു മെഷർമെൻറ്റ് ആക്ച്വൽ വാല്യൂവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ആക്യുറസി. എന്താണ്? നമ്മൾ നടത്തുന്നൊരു മെഷർമെൻറ്റ് ഒരു ആക്ച്വൽ വാല്യൂവുമായി എത്രത്തോളം, ഒരു ട്രൂ വാല്യൂവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ആക്യുറസി. അപ്പോൾ ഇവിടെ 3.678 എന്ന വാല്യൂവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ആരാണ്? 3.5 ആണ്. ഇത് 3.38 ഉള്ളൂ. കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആരാണ്? 3.5 ആണ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് എന്താണ് എന്ന് നമുക്ക് പറയാം? ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അഥവാ അതിന് കൃത്യത കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. 3.5 എന്ന മെഷർമെൻറ്റിന് അല്ലെങ്കിൽ 3.5 സെൻറ്റിമീറ്റർ എന്ന മെഷർമെൻറ്റിന് എന്ത് കൂടുതലാണ്? ആക്യുറസി കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഇനി 3.38 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന മെഷർമെൻറ്റ്, ഇതെന്തല്ല, ആക്ച്വൽ വാല്യൂവുമായി ഇത് അടുത്ത് നിൽക്കുന്നില്ല. 3.5 ആണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, നിങ്ങളുടെ ആദ്യത്തെ വാല്യൂവിൽ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഒരു പ്ലേസ് വരെ നിങ്ങൾക്ക് അളക്കാൻ പറ്റിയിട്ടുള്ളൂ, 3.5. പക്ഷേ രണ്ടാമത്തേൽ 3.38, അതായത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 2 പൊസിഷൻ വരെ നിങ്ങൾക്ക് അളക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഷർമെൻറ്റ് എന്താണ്? കൂടുതൽ പ്രിസൈസ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാം, കൂടുതൽ സൂക്ഷ്മമാണ് എന്ന് പറയാം. അതാണ് സൂക്ഷ്മത. മനസ്സിലായോ? ഇവിടെ സൂക്ഷ്മത കൂടുതലാണ് ഈ മെഷർമെൻറ്റിന്. അപ്പോൾ കൃത്യതയും സൂക്ഷ്മതയും രണ്ടാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കൃത്യത അഥവാ ആക്യുറസി, എത്രത്തോളം കൃത്യമാണ്. ഒരു സാധനം കൂടുതൽ കൃത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ട്രൂ വാല്യൂവുമായി കൂടുതൽ അടുത്ത് നിൽക്കണം. അപ്പോൾ ട്രൂ വാല്യൂവുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ആക്യുറേറ്റ് വാല്യൂ അഥവാ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹൗ മച്ച് ക്ലോസ് എ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ. നമ്മൾ അളന്ന ഒരു മെഷർമെൻറ്റ് ട്രൂ വാല്യൂവുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നു. അതാണ് ഫസ്റ്റ് മെഷർമെൻറ്റ് ഹാസ് മോർ ആക്യുറസി. 3.5 സെൻറ്റിമീറ്റർ എന്ന മെഷർമെൻറ്റിന് കൂടുതൽ ആക്യുറസി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസർ ടു ദ ട്രൂ വാല്യൂ. ഇത് ട്രൂ വാല്യൂവിന് ക്ലോസർ ആണ്. പക്ഷേ ലെസ് പ്രിസിഷൻ. കാരണം എന്താ? 3.5 3.678 കൂടുതൽ അടുത്ത് നിൽക്കുന്നു. പക്ഷേ ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് വരെ ആ മെഷർമെൻറ്റിൽ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സൂക്ഷ്മത കുറവാണ്, കൃത്യത കൂടുതലാണ്. ലെസ് പ്രിസൈസ് ആണ്, മോർ ആക്യുറേറ്റ് ആണ്. പക്ഷേ നിങ്ങൾ രണ്ടാമത്തെ വാല്യൂക്ക് 3.38, സെക്കൻഡ് മെഷർമെൻറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ്. കാരണം ഈ വാല്യൂ വെച്ച് നോക്കിയാൽ ഇത് ട്രൂ വാല്യൂവിൽ നിന്ന് കൂടുതൽ അകലെയാണ്. അപ്പോൾ ഇത് ലെസ് ആക്യുറേറ്റ് ആണ്, പക്ഷേ മോർ പ്രിസൈസ് ആണ്, സൂക്ഷ്മത കൂടുതലാണ്. 3.38 ഡെസിമൽ കഴിഞ്ഞ് നിങ്ങൾക്ക് 2 സ്ഥാനം വരെ അളക്കാൻ പറ്റി. ഇതാണ് ആക്യുറസിയും പ്രിസിഷനും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആക്യുറസിയും പ്രിസിഷനും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ലീസ്റ്റ് കൊണ്ട് പറയാം. അപ്പോൾ ലീസ്റ്റ് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രിസിഷൻ പറയാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് ആക്യുറസിയുടെയും പ്രിസിഷൻ്റെയും ഡെഫിനിഷൻ നോക്കാം. എന്താ തന്നിരിക്കുന്നത്? ദ റിസൾട്ട് ഓഫ് എവറി മെഷർമെൻറ്റ് ബൈ എനി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടെയ്ൻ സം അൺസെർട്ടനിറ്റി. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. എത്ര സൂക്ഷ്മമായ ഒരു മെഷറിംഗ് ഡിവൈസ് വെച്ച് അളന്നാലും നിങ്ങൾക്ക് കൃത്യമായ വാല്യൂ കിട്ടണമെന്നില്ല. ആ കൃത്യമായ വാല്യൂ കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ആക്യുറസിയെ ഡിഫൈൻ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് മെഷർമെൻറ്റ് നടത്തിയോ, ഇപ്പോൾ ടൈം അളന്നോ, നിങ്ങൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അളക്ക്, നീളം അളക്ക്, എത്ര കൃത്യതയും എത്ര സൂക്ഷ്മതയും, ഇനി ലോകത്തിലെ ഏറ്റവും ഫൈനായ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് അളന്നാൽ പോലും അവിടെ ഒരു അൺസെർട്ടനിറ്റി വരും. അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞെന്താ, എഴുതി വെച്ചോ, നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും 9.8 എന്ന എക്സാക്റ്റ് വാല്യൂ നിങ്ങൾക്ക് എല്ലാ തവണയും കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് പല വാല്യൂസ് ആയിരിക്കും എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അത് ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നുണ്ടല്ല, നമ്മുടെ പ്രശ്നങ്ങളാണ്. നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലെയും നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നതിലൊക്കെ പ്രശ്നങ്ങളാണ് ഈ വാല്യൂവിൽ മാറ്റം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് മെഷർമെൻറ്റ് എടുത്താലും അതൊരു അൺസെർട്ടനിറ്റി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം എറർ സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ ആക്യുറസി വെച്ച് പറയുന്നത്. അതായത് ആക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. അതായത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. G = 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. G = 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആകുമ്പോഴും നമുക്ക് G അളന്നപ്പോൾ G = 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു വാല്യൂ കിട്ടി. വേറൊരു വാല്യൂ G = 9.678 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു വാല്യൂ കിട്ടി. ഇതിൽ പ്രിസൈസ് ആരാ? G = 9.678 ആണ്. പക്ഷേ ആക്യുറേറ്റ് ആരാ? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്തൊരു വാല്യൂ എത്രത്തോളം ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നു, അതാണ് ആക്യുറസി. അപ്പോൾ ആ വാല്യൂവിന് കൂടുതൽ കൃത്യതയുണ്ട്. പക്ഷേ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വാട്ട് റെസൊല്യൂഷൻ ഓർ ലിമിറ്റ് ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. ഏത് ലിമിറ്റ് വരെ നമ്മൾ അളന്നിട്ടുണ്ട്, അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. G = 9.678 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു മെഷർമെൻറ്റ് നിങ്ങൾ നടത്തിയാൽ അവിടെ നിങ്ങൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 3 പ്ലേസ് വരെയുള്ള ലിമിറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ G = 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആകുമ്പോൾ
നിങ്ങൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 2 പ്ലേസ് വരെയുള്ള ലിമിറ്റിലേക്ക് നിങ്ങളുടെ മെഷർമെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ മെഷർമെൻറ്റിൽ ഡെസിമൽ കഴിഞ്ഞ് 3 പോയിന്റ് വരെയുള്ള ലിമിറ്റിലേക്ക് നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് കൂടുതലാണ്? റെസൊല്യൂഷൻ കൂടുതലാണ് അഥവാ പ്രിസിഷൻ കൂടുതലാണ്. പക്ഷേ ഇത് ലെസ് ആക്യുറേറ്റ് ആണ്. ഇതിന് ആക്യുറസി ഇല്ല. G = 9.8 അതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രണ്ടാമത്തെ വാല്യൂ ആണ്. മനസ്സിലായോ? പക്ഷേ രണ്ടാമത്തെ വാല്യൂ ഡെസിമൽ കഴിഞ്ഞ് 2 പൊസിഷൻ വരെ നിങ്ങൾ അളന്നിട്ടുള്ളൂ. അപ്പോൾ അത് ലെസ് പ്രിസൈസ് ആണ്. അപ്പോൾ ആക്യുറേറ്റ് ആയ ഒരു വാല്യൂവിന് പ്രിസൈസ് ആവാം, പ്രിസൈസ് ആയ വാല്യൂവിന് ആക്യുറേറ്റും ആവാം, പക്ഷെ നിർബന്ധമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വാല്യൂ ആക്യുറേറ്റ് ആണ് എന്നതുകൊണ്ട് അത് പ്രിസൈസ് ആവണമെന്നില്ല, ഒരു വാല്യൂ പ്രിസൈസ് ആണ് എന്നതുകൊണ്ട് അത് ആക്യുറേറ്റ് ആവണമെന്നില്ല. അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ ആക്യുറസിയും പ്രിസിഷനും എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഇപ്പം മെഷർമെൻറ്റ് എന്ന് NCERT തന്നിട്ടുള്ളൂ, പക്ഷേ നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റുകളുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണത്. അപ്പോൾ എന്താണ് ആക്യുറസി? ആക്യുറസി ഈസ് ദ മെഷർ ഓഫ് ഹൗ ക്ലോസ് ഈസ് എ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു വാട്ട് റെസൊല്യൂഷൻ ഓർ ലിമിറ്റ് ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. അപ്പോൾ NCERT തന്നിരിക്കുന്ന ഈ ഉദാഹരണം നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആക്യുറസിയും പ്രിസിഷനും എന്ത് ചെയ്യും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സാധാരണയായി NCERT തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ അതുപോലെ എടുത്ത് ചോദിക്കുക എന്നതാണ് ഈ PSC ചെയ്യാറുള്ളൊരു രീതി. അങ്ങനെയൊക്കെ ചോദിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഉദാഹരണം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ ഉള്ളത് ഏത് വാല്യൂവിനാണോ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡെസിമൽ പ്ലേസ് ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 9 പോയിന്റ് എന്നെങ്ങനെ കഴിഞ്ഞിട്ട് ഒരു 5 വാല്യൂ ഒന്നിന് തന്നിരിക്കുകയാണ്. അടുത്തതിന് 9 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ. ഇതിലേതാ പ്രിസൈസ്? ഓഫ് കോഴ്സ് അതാണ് അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക്. അതാണ് ഡെസിമൽ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്ലേസ് വരുന്നത് ആരാണോ അയാളായിരിക്കും പ്രിസൈസ്. ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്ലേസ് ഉള്ള വാല്യൂ ആരോ അയാളായിരിക്കും പ്രിസൈസ്. ഇനി ഡെസിമൽ കഴിഞ്ഞ് ഏറ്റവും കുറച്ച് സ്ഥാനമുള്ളതായിരിക്കും ഏറ്റവും കുറച്ച് പ്രിസൈസ്. ഓക്കെ, പിന്നെ ട്രൂ വാല്യൂവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആരാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കേണ്ട ലോജിക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കൗണ്ട് ഓർത്ത് വെച്ചോണേ, ഒരു മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ. ഇതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് NCERT തന്നെ തന്നിരിക്കുന്ന കുറച്ച് ലീസ്റ്റ് കൗണ്ടുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. കാരണം അത് എക്സാമ്പിളായി തന്നെ തന്നിരിക്കുന്നത് കൊണ്ട് ചോദ്യം വരാൻ നല്ല സാധ്യതയുള്ളതാണ്. വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞൊരു മെഷറിംഗ് ഡിവൈസ് ഉണ്ട്. +1 +2 സയൻസ് പഠിച്ചവരാണെങ്കിൽ ലാബിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 0.01 സെൻറ്റിമീറ്ററാണ്. അതായത് ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ഉണ്ടേ. ഇനി നിങ്ങൾ നോക്ക്, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്പെറോമീറ്റർ അഥവാ സ്പിറോമീറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്പെറോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 0.001 സെൻറ്റിമീറ്റർ. അതായത് ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് വരെ അളക്കാൻ ഏത് വെച്ച് സാധിക്കും? സ്പിറോമീറ്റർ വെച്ച് സാധിക്കും. ഇനി ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ എത്ര? മീറ്റർ സ്കെയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 1 മുതൽ 100 വരെയുള്ള സെൻറ്റിമീറ്റർ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മില്ലിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 0.1 സെൻറ്റിമീറ്റർ അഥവാ 1 മില്ലിമീറ്ററാണ് എന്ത്? മീറ്റർ സ്കെയിലിൻ്റേത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഡിവൈസ് തന്നിട്ടുണ്ട്. ഒരു മീറ്റർ സ്കെയിൽ, ഒരു സ്പിറോമീറ്റർ, ഒരു വെർനിയർ കാലിപ്പർ. ഇതിൽ ഏത് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിസിഷനുള്ള മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്നത്? ഏത് ഉപയോഗിച്ചായിരിക്കും? ഓഫ് കോഴ്സ് ഏത് വെച്ച് തന്നെയാണ്? സ്പിറോമീറ്റർ വെച്ച് തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ PSCക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാം. 3 ഡിവൈസ് എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഈ പറഞ്ഞ പ്രിസൈസ് മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്നതിൽ ഏത് വെച്ചാണ് എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. അപ്പോൾ ഏതാണ്? സ്പിറോമീറ്റർ ആണ്. കാരണം സ്പിറോമീറ്റർ വെച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു ലെങ്തിനെ 9.786 സെൻറ്റിമീറ്റർ വരെ അളക്കാം. ഇത്ര സെൻറ്റിമീറ്റർ ഉണ്ട്. പക്ഷേ നിങ്ങൾ വെർനിയർ കാലിപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 9.78 വരെ അളക്കാൻ പറ്റും. ഇനി ലീസ്റ്റ് കൗണ്ട് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അവിടെ നിങ്ങൾക്ക് എന്തേ പറ്റൂ? 9.7 വരെ പറ്റൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രിസൈസ് മെഷർമെൻറ്റ് ഏതാ? ഇതാ. ഇത് നിങ്ങൾ ഏത് ഉപയോഗിച്ച് നടത്തിയതാ? സ്പിറോമീറ്റർ ഉപയോഗിച്ച് നടത്തിയതാ. കണ്ടോ? അതാണ് സംഭവം. അപ്പം ലീസ്റ്റ് കൗണ്ട് ചെറുതാകും തോറും അതായത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അളക്കാൻ വരുന്ന ഏറ്റവും ചെറിയ വാല്യൂ, അത് ചെറുതാകും തോറും എന്നാണ് അവിടുത്തെ അർത്ഥം അല്ലേ. ലീസ്റ്റ് കൗണ്ട് ചെറുതാകും തോറും ആ മെഷറിംഗ് ഡിവൈസ് വെച്ച് നടത്തുന്ന മെഷർമെൻറ്റ് എന്താവും? കൂടുതൽ പ്രിസൈസ് ആവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങിയ സമയത്ത് പറഞ്ഞു നമ്മൾ ഏത് മെഷർമെൻറ്റ് നടത്തിയാലും എന്ത് വരും? ഒരു അൺസർട്ടൻറ്റി അവിടെ ഉണ്ടാവും. ഈ അൺസർട്ടൻറ്റിയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ എററിനെ നമുക്ക് പല കാറ്റഗറിയായി തിരിക്കാം. അതിൽ 1 സിസ്റ്റമാറ്റിക് എറർ, 2 റാൻഡം എറർ, 3 ലീസ്റ്റ് കൗണ്ട് എറർ. എന്താണ് സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, ലീസ്റ്റ് കൗണ്ട് എറർ? നമ്മൾ പറഞ്ഞു എറർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മിസ്റ്റേക്കോ നമുക്ക് തോന്നാം അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് എററാണ്. എന്താണ് സിസ്റ്റമാറ്റിക് എറർ? പേരിൽ തന്നെയുണ്ട് സിസ്റ്റമാറ്റിക്, ഒരു മര്യാദ അല്ലേ, ഒരു അച്ചടക്കത്തോടൊക്കെ ആ എറർ സംഭവിക്കും. എന്താണ് അച്ചടക്കം? ഒന്നുകിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ആ എറർ, അല്ലെങ്കിൽ അതിനെ തന്നെ എന്ത് പറയും? ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്.
അതാണ് സിസ്റ്റമാറ്റിക് എറർ. ഓക്കെ, ഈ സിസ്റ്റമാറ്റിക് എറർ എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഈ 3 തരം പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. അപ്പോൾ ഈ 3 തരം പറഞ്ഞിട്ട് ഞാൻ ഈ വൺ ഡയറക്ഷനിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിലൊന്ന് ഇൻസ്ട്രുമെൻ്റൽ എററാണ്, ഉപകരണ പിശക് എന്ന് പറയാം. രണ്ടാമത്തേത് ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ ആണ്. മൂന്നാമത്തേത് പേഴ്സണൽ എററാണ്, വ്യക്തിപരമായ പ്രശ്നം. ഇത് മൂന്നും എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ 2 കൺസെപ്റ്റ് മനസ്സിലാവും, വൺ ഡയറക്ഷൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഇൻസ്ട്രുമെൻ്റൽ എറർ അഥവാ ഉപകരണ പിശക്. പേരിൽ തന്നെയുണ്ട്, ഇൻസ്ട്രുമെൻ്റ് മൂലമുണ്ടാകുന്നൊരു പിശക്, ഉപകരണം മൂലമുണ്ടാകുന്ന ഒരു എറർ. അവിടെ എന്താ പറയുന്നത്? അതായത് നിങ്ങൾ ഒരു മെഷർമെൻറ്റ് നടത്താൻ നേരം ഒരു ഡിവൈസ് കാലിബ്രേറ്റ് ചെയ്യുന്നു. ഇത് കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്ന മെഷർമെൻറ്റിൽ ഒരു എറർ വരികയാണ്. അതായത് ഇപ്പോൾ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഒരു ഉപകരണം നിങ്ങൾ എടുത്താൽ അവിടെ എന്തുണ്ട്? വെർനിയർ കാലിപ്പറിന് ഒരു വെർനിയർ സ്കെയിലും ഉണ്ട്, ഒരു മെയിൻ സ്കെയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെയിൻ സ്കെയിലിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന തരത്തിലാണ് ഈ വെർനിയർ സ്കെയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം മെഷർമെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഈ വെർനിയറിന് ഒരു 0 മാർക്ക് ഉണ്ട്, മെയിൻ സ്കെയിലിനും ഒരു 0 മാർക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ അടുപ്പിച്ച് കൊണ്ടുവന്നാൽ ഇതിപ്പോൾ വെർനിയർ സ്കെയിൽ, ഇത് വെർനിയറിൻ്റെ 0 മാർക്ക്, ഇത് മെയിൻ സ്കെയിലിൻ്റെ 0 മാർക്ക്. ഈ 2 0 എന്ത് ചെയ്യണം? ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കണം. ഒന്നിന് മുകളിൽ ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കണം. പക്ഷേ ചില വെർനിയറിൽ എന്ത് ചെയ്യും? മെയിൻ സ്കെയിലിലെ 0 ഇതാണെങ്കിൽ വെർനിയറിലെ 0 ഇങ്ങനെ ഇരിക്കും, കുറച്ച് മുമ്പോട്ടിരിക്കും. ചിലതിൽ മെയിൻ സ്കെയിൽ ഇപ്പം എക്സാക്ട്ലി ഇങ്ങനല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ ഉദാഹരണം പറയുന്നത്, ഇതാണ് മെയിൻ സ്കെയിലിലെ 0 എങ്കിൽ വെർനിയർ സ്കെയിലിലെ 0 കുറച്ച് പുറകോട്ടിരിക്കും. ഇങ്ങനെ ഈ 0 അലൈൻ ചെയ്യാത്തൊരു പ്രശ്നം എന്ത് വരും? വെർനിയർ കാലിപ്പർ വരും. അപ്പോൾ ആക്ച്വൽ കണ്ടീഷനിൽ എന്താണ് വേണ്ടത്? നമ്മളൊരു മെഷർമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വെർനിയർ സ്കെയിലിലെയും മെയിൻ സ്കെയിലിലെയും 0 കോയിൻസൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ കോയിൻസൈഡ് ചെയ്യാതെ മെയിൻ സ്കെയിലിലെ 0യേക്കാൾ കുറച്ച് മുമ്പോട്ടാണ് വെർനിയറിലെ 0 ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ മെഷർമെൻറ്റിലും ഇത് മുമ്പോട്ടിരുന്നതിൻ്റെ ഭാഗമായ ഒരു എറർ വരില്ലേ? അതായത് വെർനിയർ സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് മാറിയിരുന്നു എന്നതുകൊണ്ടുള്ള എറർ നിങ്ങൾ ഇനി ഇത് വെച്ച് നടത്തുന്ന എല്ലാ എറർ മെഷർമെൻറ്റിലും വരൂലേ? വരും. ഇനി രണ്ടാമത്തേതിൽ വെർനിയർ സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിലെ 0യിൽ നിന്ന് കുറച്ച് പുറകോട്ടിരുന്നു എന്ന കാരണത്താൽ, ഇതാണ് രണ്ടാമത്തെ കേസ്, കാരണത്താൽ നിങ്ങൾ ഇനി അങ്ങോട്ട് നടത്തുന്ന എല്ലാ ലെങ്ത് മെഷർമെൻറ്റിലും ഈ പുറകോട്ട് വാല്യൂ കുറച്ച് മാറി നിൽക്കൂലേ? അത് ആക്ച്വലി കിട്ടേണ്ട വാല്യൂ എന്താണോ അതിൽ നിന്ന് കുറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ആദ്യത്തെ കേസിലാണെങ്കിൽ ആക്ച്വലി കിട്ടേണ്ട വാല്യൂ എന്താണോ അതിൽ നിന്ന് കൂടിയൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ കേസിൽ നിങ്ങൾ ഈ 0 കോയിൻസൈഡ് ചെയ്യാത്തത് മൂലം നിങ്ങൾക്കുണ്ടാവുന്ന ലെങ്തിൽ എററുകളെല്ലാം പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് കിട്ടേണ്ടത് അതിൽ നിന്ന് കൂടിയൊരു ലെങ്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ രണ്ടാമത്തെ കേസിൽ എത്ര ലെങ്ത് നിങ്ങൾക്ക് കിട്ടണോ അതിൽ നിന്ന് കുറഞ്ഞൊരു ലെങ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വെർനിയർ വെച്ചൊരു മെഷർമെൻറ്റ് നടത്തിയപ്പോൾ 0 കോയിൻസൈഡ് ചെയ്തില്ലെന്ന കാരണത്താൽ ഒന്നുകിൽ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിൽ എറർ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് ഡയറക്ഷനിൽ എറർ വരും. ഈ പറഞ്ഞ പോലെ വെർനിയറിൻ്റെ 0 മുമ്പോട്ടിരുന്നതാണ് നിങ്ങൾക്കുണ്ടായ എററെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ മെഷർമെൻറ്റും പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ആക്ച്വലി കിട്ടേണ്ട ലെങ്തിൽ നിന്ന് കുറച്ച് കൂടിയ ലെങ്ത് കിട്ടും. പക്ഷേ വെർനിയറിൻ്റെ 0 പുറകോട്ടാണ് ഇരുന്നതെങ്കിൽ ആക്ച്വലി കിട്ടേണ്ട ലെങ്തിൽ നിന്ന് എപ്പോഴും കുറച്ച് കുറഞ്ഞ ലെങ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, എപ്പോഴും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഇത് രണ്ട് കേസ്, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കൂലേ? ഈ ഫസ്റ്റ് കേസ് ഒരെണ്ണം, സെക്കൻഡ് കേസ് ഒരെണ്ണം. ഫസ്റ്റ് കേസ് ആണ് നിങ്ങളുടെ എററെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന എറർ എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷൻ, സെക്കൻഡ് കേസ് ആണെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ഡയറക്ഷൻ. അതാണ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലെ ആര് സംഭവിക്കൂ? സിസ്റ്റമാറ്റിക് എറർ സംഭവിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എററാണ് ഇൻസ്ട്രുമെൻ്റ് എറർ. അതിൽ ഉദാഹരണം ഏതാണ്? വെർനിയർ കാലിപ്പറിലെ വെർനിയറിൻ്റെ 0യും മെയിൻ സ്കെയിലിലെ 0യും എന്ത് ചെയ്യൂല? കോയിൻസൈഡ് ചെയ്യില്ല. കണ്ടോ, 0 മാർക്ക് ഓഫ് ദ മെയിൻ സ്കെയിൽ. ഓക്കെ, ഇനി അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം കൊടുക്കുക. ആക്ച്വലി ഒരു മീറ്റർ സ്കെയിൽ എങ്ങനെ ആയിരിക്കാനുള്ളത്? ഇതാണ് ഒരു പെർഫെക്റ്റ് മീറ്റർ സ്കെയിൽ. ഇതിന് വരെ നമുക്ക് കിട്ടിയ മീറ്റർ സ്കെയിൽ എങ്ങനെ? ഇങ്ങനെ വന്നിട്ട് ഈ അറ്റം ഒന്ന് തേഞ്ഞു പോയി. ഈ മേശപ്പുറത്തൊക്കെ ഇട്ട് ഒരച്ചൊക്കെ അറ്റം തേഞ്ഞ സ്കെയിലാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2 ഇങ്ങനെയാണല്ലോ ഈ മാർക്കിംഗ് പോകാനുള്ള. ഇവിടെ നമ്മൾ എവിടെ 0 എടുക്കൂടെ? ഇവിടെ 1 വരെയും ടോൺ ആയിരിക്കുകയാണ്, 2 തൊട്ടേ നമുക്ക് മര്യാദയ്ക്കുള്ളൂ. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു നൂല് ഇവിടെ വെച്ചിട്ട് ആ നൂലിൻ്റെ നീളം നമുക്ക് ഈ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റുമോ? അപ്പോൾ അറ്റം തേഞ്ഞു പോയൊരു സ്കെയിൽ വെച്ച് നമുക്ക് പ്രോപ്പർ മെഷർമെൻറ്റ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിലോ നമ്മൾ അത് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 0 കോയിൻസൈഡ് ചെയ്തിരിക്കാത്തത് നമ്മുടെ കാലിബ്രേഷന് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഇംപെർഫെക്റ്റ് ഡിസൈൻ മൂലമോ കാലിബ്രേഷനിലെ പ്രശ്നം മൂലമോ ഒക്കെ, അല്ലെങ്കിൽ എന്ത് 0 എററിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. വെർനിയറിൻ്റെ 2 0 കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കോയിൻസൈഡ് ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന എററാണ് 0 എറർ. അപ്പോൾ അതോർത്തോണേ, വെർനിയർ സ്കെയിലിൽ വെർനിയർ കാലിപ്പറിൽ വെർനിയർ സ്കെയിലിലെ 0യും മെയിൻ സ്കെയിലിലെ 0യും കോയിൻസൈഡ് ചെയ്യാത്തത് മൂലം നമുക്കുണ്ടാവുന്ന എററാണ് 0 എറർ. ഈ 0 എറർ ഏത് കാറ്റഗറി വരും? ഇൻസ്ട്രുമെൻ്റൽ എറർ വരും. അപ്പോൾ
ഇംപെർഫെക്റ്റ് ഡിസൈൻ മൂലമോ കാലിബ്രേഷനിലെ പ്രശ്നം മൂലമോ പിന്നെന്ത് സീറോ എറർ മൂലമോ ഒക്കെ നമുക്ക് സംഭവിക്കുന്ന എററുകൾ, അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഉപകരണ പിശക് അല്ലേ, ഇൻസ്ട്രുമെൻറ്റിലെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന എറർ. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഈ എറർ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ ഏതാ സിസ്റ്റമാറ്റിക് എററിൽ? ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയറാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഈ ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, അതായത് നിങ്ങൾ സിമ്പിൾ പെൻഡുലം എടുത്ത് ആട്ടിയിട്ട് അതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നു. ആ ടൈം പീരീഡും ലെങ്ത്തും വെച്ചിട്ട് നിങ്ങൾ ജി കണ്ടുപിടിക്കുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലം എടുത്തിട്ട് ഇതിനിങ്ങനെ പിടിച്ചു, എന്നിട്ട് വിട്ടു. ഇപ്പോൾ വിടുമ്പോൾ ഇതിങ്ങനെ ആടണം അല്ലേ, ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ആടണം. ഈ ആട്ടം എന്തുകൊണ്ടേ സംഭവിക്കാവൂ? ഞാൻ ഇങ്ങനെ പിടിച്ച് ഉയർത്തിയിട്ട് വിട്ടു. അപ്പോൾ ആ വിടുമ്പോഴുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനും റീസ്റ്റോറിങ് ഫോഴ്സും ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഇതിങ്ങനെ ആടാവൂ. അതാണ് കറക്റ്റ് ഓസിലേഷൻ. അതിന് പകരം ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡ് ചെന്ന് ഇങ്ങനെ ഊതി കൊടുക്കുക. ഊതുമ്പോൾ ഞാൻ ആ ഊതുന്ന പ്രഷർ വേരിയേഷൻ കാരണം എന്ത് ചെയ്യും? ഇതിൻ്റെ ആട്ടം ഡിസ്റ്റർബ് ആവും. ഇനി ഞാൻ തന്നെ ഊതണമെന്നില്ല, നിങ്ങൾ ഈ സിമ്പിൾ പെൻഡുലം എടുത്തുകൊണ്ടെന്ന് ജനൽ അങ്ങോട്ട് തുറന്നിട്ട് ഭയങ്കര ആവിയാ റൂമിൻ്റെ അകത്തെന്നും പറഞ്ഞ് കുറച്ച് കാറ്റ് ഇട്ടാൽ നമ്മുടെ ജനൽ തുറന്നിട്ട് ഈ ജനലിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് സിമ്പിൾ പെൻഡുലം ആട്ടുക. അങ്ങനെ ആട്ടുമ്പോഴൊരു പ്രശ്നം എന്താ? ജനലിൻ്റെ നിന്ന് കാറ്റകത്തേക്ക് അടിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യൂടെ? ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആട്ടം എന്താവും? ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ടൈം പീരീഡ് കിട്ടൂല. കറക്റ്റ് ടൈം പീരീഡ് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ജിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ പെൻഡുലം ഇങ്ങോട്ട് ആടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചു. എന്താണ്? സിമ്പിൾ പെൻഡുലം ഇങ്ങനെ എൻ്റെ റൈറ്റ് സൈഡിലോട്ട് ആടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചാൽ ഇത് എത്ര ആട്ടം ആടണമായിരുന്നോ അതിനേക്കാൾ കുറച്ച് ഇതാടും. അപ്പോൾ അതിനനുസരിച്ച് ടൈം പീരീഡ് കുറയും. ടൈം പീരീഡ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ജിയിലുണ്ടാകുന്ന വാല്യൂ ഒരു ഡയറക്ഷനിലായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഇനി പെൻഡുലം ഇങ്ങോട്ട് ആടിക്കൊണ്ടിരുന്നപ്പോൾ കാറ്റ് അവിടെ നിന്ന് അടിച്ചു. അപ്പോൾ ഇങ്ങോട്ടാണ് പെൻഡുലം ആടുന്നത്, ഈ സൈഡിലോട്ടാണ് ആടുന്നത്. അപ്പോൾ കാറ്റ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഏതുവരെ പോകണമായിരുന്നോ അതിനേക്കാൾ കുറച്ചുകൂടി പെൻഡുലം ആടിപ്പോവും, കാറ്റ് ഇവിടെ നിന്ന് അടിച്ചോണ്ടല്ലേ. അപ്പോൾ ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുമ്പോഴുള്ള ജിയുടെ വേരിയേഷൻ നേരത്തെ ടൈം പീരീഡ് കുറഞ്ഞപ്പോഴുള്ള വേരിയേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിലോ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് എറർ സംഭവിക്കും. അതും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അതാണ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അടിക്കുന്ന കാറ്റെന്ന് പറയുന്നത് എക്സ്റ്റേണൽ കണ്ടീഷനാണ്. ഓക്കെ, അത് കാരണം നമുക്ക് എന്ത് ചെയ്യും? എക്സ്പെരിമെൻ്റലിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വേറൊരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ പനി പിടിച്ച് ആശുപത്രി ചെല്ലുമ്പോൾ നമ്മുടെ ഈ തെർമോമീറ്റർ ഉണ്ടല്ലോ, പനി അളക്കുന്ന തെർമോമീറ്റർ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കഷത്തിലാണ് വെക്കുന്നത് അല്ലേ, ആംപിറ്റിലാണ് വെക്കുന്നത്. പക്ഷെ നമ്മുടെ ആംപിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്വെറ്റ് ഗ്ലാൻഡുകൾ, കക്ഷം എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് നല്ല വിയർപ്പ് ഗ്രന്ഥികളൊക്കെയുള്ള സ്കിന്നൊക്കെയുള്ള എപ്പോഴും സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. അങ്ങനെ സ്വെറ്റ് വഴി ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ആവുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ ആക്ച്വൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും ആംപിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, എന്താണ് നമ്മുടെ ആക്ച്വൽ ബോഡി ടെമ്പറേച്ചർ എന്താണോ അതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ആംപിറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. കക്ഷത്തിൽ തെർമോമീറ്റർ വെക്കുന്നതെന്ന് കിട്ടും. പക്ഷേ ഡോക്ടർമാരെല്ലാം തെർമോമീറ്റർ എടുത്ത് നമ്മുടെ കക്ഷത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ബോഡി ടെമ്പറേച്ചർ അത്രയും കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയിൽ നിന്ന്, അത്രയും കൂളായ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കറക്റ്റായി മെഷർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ എപ്പോൾ നമ്മുടെ കക്ഷത്തിൽ വെച്ചാലും നമുക്ക് കിട്ടുന്ന തെർമോമീറ്ററിൽ കിട്ടുന്ന ടെമ്പറേച്ചർ വിൽ ബി ലെസ് ദാൻ ബോഡി ടെമ്പറേച്ചർ. എന്താണ്? കക്ഷത്തിൽ എന്ത് വെക്കുന്നതിലൂടെ, തെർമോമീറ്റർ വെക്കുന്നതിലൂടെ കിട്ടുന്ന ടെമ്പറേച്ചർ ആക്ച്വൽ ശരീര താപനിലയേക്കാൾ, ശരീരത്തിൻ്റെ യഥാർത്ഥ താപനിലയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും എന്താണ്? അത് നെഗറ്റീവ് ഡയറക്ഷനിൽ സംഭവിക്കുന്ന ഒരു എററാണ്. അത് സത്യത്തിൽ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിൽ ഒരു പ്രശ്നമാണ്. നമ്മൾ എവിടെ ഒരു മെഷറിംഗ് ഡിവൈസ് വെക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിലുള്ള പ്രശ്നം കൊണ്ടാണ് ഈ എറർ വരുന്നത് അല്ലേ. സോ thermometer placed under ampit will always give a temperature lower than the actual value of body temperature. അതോർത്തോണം, ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞൊരു ടെമ്പറേച്ചറെ ആംപിറ്റിൽ വെക്കുന്ന തെർമോമീറ്ററിൽ കാണിക്കൂ. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യണം? ഡോക്ടർ നിങ്ങളുടെ ആംപിറ്റിൽ വെച്ചപ്പോൾ എത്ര കിട്ടി? ഒരു 98 ഡിഗ്രി കാണിച്ചു എന്ന് വിചാരിക്കുക, സപ്പോസ്. അപ്പോൾ ഡോക്ടർ മനസ്സിൽ എന്താലോചിക്കണം? 98 അല്ല ഇവൻ്റെ ആക്ച്വൽ പനി, അല്ലെങ്കിൽ 98 അല്ല ഇവളുടെ ആക്ച്വൽ പനി, ഇതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലാണ് ഇവൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ മരുന്ന് എഴുതുമ്പോൾ പുള്ളി അതിനനുസരിച്ച് വേണം മരുന്ന് എഴുതാൻ അല്ലേ. അപ്പോൾ ഈ എറർ എന്താണ്? ഈ പറഞ്ഞതുപോലെ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിൽ എറർ മൂലം ഉണ്ടാകുന്ന എററിന് ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ എന്തെന്ന് പറയുന്നത്, തെർമോമീറ്റർ ആംപിറ്റിൽ വെക്കുന്നത്. അത് പ്രൊസീജിയറിലൊരു പ്രശ്നമാണ്. അവിടെ എന്താണ്? ഈ എറർ എപ്പോഴും നെഗറ്റീവ് ഡയറക്ഷനിലാണ് അല്ലേ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിലെയോ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിലെയോ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന എററും എന്ത് എററിൻ്റെ കീഴിൽ വരും? സിസ്റ്റമാറ്റിക് എറർ. ഒരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്.
മൂന്നാമത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കുരുത്തക്കേട് ഉണ്ടാകുന്ന എററാണ്, പേഴ്സണൽ എറർ അഥവാ വ്യക്തിഗത പിശക്. ഇത് നമ്മുടെ ബയാസ് കൊണ്ടോ ലാക്ക് ഓഫ് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് അപ്പാരറ്റസ് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിക് എക്സാമ്പിൾ തന്നെ എടുക്കാം, പെൻഡുലം ആട്ടുന്നു. പെൻഡുലം ആട്ടുന്നു ഞാൻ പറയുന്നത് ഒരുപാട് എറർ വരാൻ നല്ല എളുപ്പമുള്ളൊരു പരീക്ഷണമാണ് പെൻഡുലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പെൻഡുലം ഇങ്ങനെ ആടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിടുമ്പോൾ ഇതിങ്ങനെ പോയി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ എൻ്റെ മെഷർമെൻറ്റ് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ നടുക്കുന്നത് ഇങ്ങോട്ടാടി തിരിച്ചു വന്നു, വീണ്ടും തിരിച്ച് നടുക്കെത്തി ഇങ്ങോട്ട് പോയി തുടങ്ങുന്ന തൊട്ട് മുമ്പ് ഇതിങ്ങനെ നടുക്ക് നിൽക്കൂലേ, ഇപ്പോഴാണ് ഓരോ ഓസിലേഷൻ പൂർത്തിയാവുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പെൻഡുലത്തിൻ്റെ വള്ളി കൃത്യം നടുക്ക് വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ. അപ്പം ഞാൻ ഈ പെൻഡുലത്തെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആട്ടി, എന്നിട്ട് ഞാൻ കൃത്യം ഇതിൻ്റെ നേരെയുള്ള ലൈനിൽ തന്നെ ഇരുന്ന് നോക്കണ്ടേ. ഞാൻ എന്ത് ചെയ്യാണ്, തൊട്ടപ്പുറത്ത് എൻ്റെ കൂട്ടുകാരൻ വന്നു പരീക്ഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ചാഞ്ഞിരുന്ന് അവനോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന നീ പറയടയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആട്ടുക. ഇത് ആട്ടിയിട്ട് ചരിഞ്ഞിരുന്നാണ് ഞാൻ നോക്കുന്നെങ്കിൽ എക്സാക്ട്ലി ഇത് നടുക്കെത്തുമ്പോൾ എനിക്ക് അറിയാൻ പറ്റൂല. ചിലപ്പോൾ ഒന്ന് വളഞ്ഞോ തിരിഞ്ഞോ ഒക്കെ ഇത് മുമ്പിലോ പുറകിലോ നിൽക്കുമ്പോഴായിരിക്കും എനിക്കിത് നടുക്കെത്തിയതായി തോന്നുക. ഞാൻ അപ്പോഴേ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഈ ഓസിലേഷൻ എത്ര സമയം എടുത്ത് നോക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, ആക്ച്വലി ഞാൻ നേരെ നോക്കുമ്പോൾ മധ്യത്തെത്തുമ്പോഴായിരുന്നു ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവേണ്ടത്. പക്ഷെ ഞാൻ ചരിഞ്ഞിരുന്ന് നോക്കുന്ന കാരണം മധ്യത്തിലെത്തുന്നതിന് മുൻപേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ടൈം വാച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, ആക്ച്വലി ഒരു ഓസിലേഷൻ എത്രയാണോ അതിന് മുൻപേ തന്നെ ഞാൻ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ടൈം പീരീഡ് എത്രയായിരുന്നു കിട്ടേണ്ടത് അതിനേക്കാൾ കുറഞ്ഞ ഒരു ടൈം പീരീഡ് എനിക്ക് അവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞിരുന്നാണ് നോക്കുന്നെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, എനിക്ക് കിട്ടുന്ന ടൈം പീരീഡും അതിനനുസരിച്ച് കുറഞ്ഞിരിക്കും. ഇനി ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇരുന്ന് നോക്കിയാൽ എനിക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാലേ ഇതിൻ്റെ ഒരാട്ടം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ടൈം വാച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ കൂടും. അപ്പോൾ എൻ്റെ ടൈം പീരീഡ് എന്താവും, കൂടുതലാവും. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ വന്നെന്നും പറഞ്ഞ് വലത്തോട്ട് ചരിഞ്ഞിരുന്ന് അശ്രദ്ധമായിട്ട് വാല്യൂ എടുത്താൽ എപ്പോഴും എൻ്റെ ടൈം പീരീഡ് കൂടിയിരിക്കും, അതിനനുസരിച്ച് ജിയിലുള്ള വാല്യൂ മാറും. ഇനി ഞാൻ വലത്തുള്ള കൂട്ടുകാരനോടാണ് ചരിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇടത്തുള്ള കൂട്ടുകാരനോട് ചരിഞ്ഞിരുന്ന് സംസാരിച്ചു, നേരത്തെ വലത്തായിരുന്നല്ലോ, ഇപ്പോൾ ഇടത്തുള്ള കൂട്ടുകാരനോട് ചരിഞ്ഞിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും ടൈം പീരീഡ് കുറവായിട്ടേ ഞാൻ റെക്കോർഡ് ചെയ്യൂ, അതിനനുസരിച്ച് ജിയുടെ വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ബയാസ് മൂലം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കെയർലെസ്നെസ് മൂലം ഉണ്ടാക്കിയെടുത്ത പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലമോ ശ്രദ്ധയില്ലായ്മ മൂലമോ നമ്മുടെ ബയാസുകൾ മൂലമോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എററുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പേഴ്സണൽ എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനാണ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒന്നുകിൽ ടൈം പീരീഡ് കുറയും അല്ലെങ്കിൽ ടൈം പീരീഡ് കൂടും, അതിനനുസരിച്ച് ജിയിലുള്ള എററും മാറും. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണമാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അപ്പോൾ ഇതാണ് സിസ്റ്റമാറ്റിക് എററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ ഡെഫിനിഷൻ. എന്താ നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സിൽ പറഞ്ഞ ഡെഫിനിഷൻ എന്താ, വൺ ഡയറക്ഷൻ, ഒരു ദിശയിൽ എന്ന് വെച്ചാൽ എന്ത്, ഒന്നുകിൽ പോസിറ്റീവ് ദിശയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ദിശയിൽ. ഇപ്പോൾ ക്ലിയർ ആയോ? ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് സിസ്റ്റമാറ്റിക് എറർ. അപ്പോൾ സിസ്റ്റമാറ്റിക് എറർ ക്ലിയർ ആണ്. ഏതെങ്കിലും ഒരു ദിശയിൽ സംഭവിക്കുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക് എറർ. 3 ടൈപ്പ് ഉണ്ട് സിസ്റ്റമാറ്റിക് എറർ. ഏതൊക്കെ? സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, ലീസ്റ്റ് കൗണ്ട് എറർ ഉണ്ട്. അതിൽ തന്നെ സിസ്റ്റമാറ്റിക് എറർ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റൽ എറർ, നമ്മുടെ ഉപകരണങ്ങളിലെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന എററാണ്. രണ്ടാമത്തേത് പരീക്ഷണ സംവിധാനങ്ങളിലെ പ്രശ്നം മൂലം ഉണ്ടാകുന്നത്, തെർമോമീറ്റർ ആംബിറ്റിൽ പ്ലേസ് ചെയ്യുന്ന ഉദാഹരണമാണ്. മൂന്നാമത്തേത് പേഴ്സണൽ എററാണ്. 3 തരം സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ട്. നമ്മൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാക്കുന്ന എറർ. അപ്പോൾ അത് 3 എണ്ണം എന്താണ്, സിസ്റ്റമാറ്റിക് എററാണ്. അടുത്ത എററാണ് റാൻഡം എറർ. പേരിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാവും. റാൻഡം നിങ്ങളിനി തലകുത്തി നിന്നാലും ഉണ്ടാവും. റാൻഡമായി ഉണ്ടാകുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക് എറർ. മറ്റേടത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലെ എറർ സംഭവിക്കും, ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അവിടെ തന്നെ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ടാവും എററിന്. അതായത് ഈ പറഞ്ഞതുപോലെ ഇതൊരു വെർണിയർ സ്കെയില്, ഇത് മെയിൻ സ്കെയില്, മെയിൻ സ്കെയിലിൻ്റെ 0 ഇത്, മെയിൻ സ്കെയിലിൻ്റെ 0 2 മാർക്ക് മാറിയാണ് വെർണിയറിൻ്റെ 0 എങ്കിൽ എപ്പോഴും ഈ 2 മാർക്കിന് കറസ്പോണ്ടിങ് ആയ എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഇവിടെ നിന്ന് 2 യൂണിറ്റ് മുമ്പോട്ടിരുന്നാൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ ലെങ്തിലും 2 യൂണിറ്റ് ആയിരിക്കും എന്ത് ഉണ്ടാകുന്ന എറർ, പ്ലസ് 2 യൂണിറ്റ് ആയിരിക്കും. ഇനി ഇത് പുറകോട്ടിരുന്നാൽ എന്ത്, ഇത് 0, ഇത് പുറകോട്ടിരുന്നാൽ 2 യൂണിറ്റ് പുറകോട്ടിരുന്നാൽ നിങ്ങൾക്ക് എപ്പോഴും -2 യൂണിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന എറർ അല്ലേ? അപ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എത്ര യൂണിറ്റിൻ്റെ എററാണ് എന്നത് നമുക്കവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ സൈസ് പറയാൻ പറ്റില്ല, സൈസോ സൈനോ പറയാൻ പറ്റില്ല. മനസ്സിലായോ? റാൻഡം വിത്ത് റെസ്പെക്ട് ടു സൈൻ ആൻഡ് സൈസ്. അതായത് ഒരു തവണ നിങ്ങൾ ജി എടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു തവണ ലെങ്ത് എടുത്തപ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് എറർ കിട്ടാം,
അടുത്ത തവണ നെഗറ്റീവ് എറർ കിട്ടാം. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ എപ്പോഴും +2 -2 ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് +1.1 യൂണിറ്റിൻ്റെ എറർ കിട്ടാം, അടുത്ത തവണ -1ൻ്റെ എറർ കിട്ടാം. അപ്പോൾ എററിന് സൈനും ഉണ്ട് സൈസും ഉണ്ട്. സിസ്റ്റമാറ്റിക് എറർ ആണെങ്കിൽ ഈ സൈനും സ്ഥിരമായിരിക്കും സൈസും സ്ഥിരമായിരിക്കും. ഇവിടെ സൈനും ഏത് വേണോ ആവാം, സൈസും ഏത് വേണോ ആവാം. അങ്ങനെ റാൻഡമായി ഉണ്ടാകുന്ന എററുകളാണ് റാൻഡം എറേഴ്സ്. ഇത് നമ്മൾ എന്തെങ്കിലും ബയാസ് കാണിച്ചതുകൊണ്ടോ നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ശരിയല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മെഷറിംഗ് ഡിവൈസിൻ്റെ പ്രശ്നം കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്ത് ഏറ്റവും കിടില ഉപകരണം വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളെ ഇരുത്തി നിങ്ങൾ പരീക്ഷണം ചെയ്യിച്ചാലും അവിടെ എറർ ഉണ്ടാവും. ബിക്കോസ് ദെയർ ആർ റാൻഡം എറേഴ്സ്. അവിടെ അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്, പേഴ്സണൽ എറേഴ്സ്. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ ഏത് എറർ? അൺബയാസ്ഡ് എറർ. ബയാസ് മൂലം ഉണ്ടാകുന്ന എറർ ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതായത് ഈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് അല്ല, മൈക്രോ സെക്കൻഡ് ഉണ്ട്, മില്ലി സെക്കൻഡ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും കൊണ്ട് നിങ്ങൾ ഇരുന്നാലും നിങ്ങൾ മനുഷ്യരാണ്. അപ്പം നിങ്ങൾ എത്ര ശ്രദ്ധയോടെ ഇരുന്നാലും എന്ത് ചെയ്യാം? എറർ വരാം. മറ്റേടത്ത് എന്താണ്? നിങ്ങൾ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എററാണ്. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും വരും എറർ. റാൻഡമായി തന്നെ എറർ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ റാൻഡം എറർ എന്ന് വിളിക്കുന്നത്. അതായത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ. ഒരേ പേഴ്സൺ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു പരീക്ഷണം പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരാൾ തന്നെ വളരെ ശ്രദ്ധയുള്ള ഒരാളെ കൊണ്ട് കാറ്റും കോളും ഒന്നും ഇല്ലാത്തൊരു മുറിയിലിരുത്തി നമ്മളൊരു സിമ്പിൾ പെൻഡിലും കൊടുത്തിട്ട് അയാളെ കൊണ്ട് ജി കണ്ടുപിടിപ്പിക്കുകയാണ്. അയാൾ ജി കണ്ടുപിടിച്ചാൽ 5 തവണ അയാൾക്ക് 5 വാല്യൂ വരും. അത് അയാളെ ശ്രദ്ധയില്ലാതിരുന്നുകൊണ്ടല്ല, സിമ്പിൾ പെൻഡുലത്തിൻ്റെ പ്രശ്നമല്ല. സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാറ്റടിച്ചത് കൊണ്ടുമല്ല, ഇതൊന്നുമില്ലായിരുന്നു, എന്നിട്ടും അയാൾക്ക് 5 തവണ 5 വാല്യൂ കിട്ടി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദെയർ ആർ റാൻഡം എറേഴ്സ്. മനസ്സിലായോ? അപ്പോൾ സെയിം ഒബ്സർവേഷൻ ഒരേ പേഴ്സൺ പല തവണ എടുത്താലും അയാൾക്ക് എന്ത് ചെയ്യും? പല പല വാല്യൂ കിട്ടും. അതാണ് റാൻഡം എറർ. മൂന്നാമത്തെ ലീസ്റ്റ് കൗണ്ട് എറർ. ഞാൻ പറഞ്ഞു ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് മാറും. അപ്പോൾ നമ്മൾ ലീസ്റ്റ് കൗണ്ട് ശ്രദ്ധിക്കാതെ നമ്മളൊരു മെഷർമെൻറ്റ് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ, അതായത് ലീസ്റ്റ് കൗണ്ട് കൂടിയൊരു ഡിവൈസും ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞൊരു ഡിവൈസും നമ്മളെടുത്തു. അപ്പോൾ അതെന്തുകൊണ്ടുണ്ടാകുന്നത്? നമ്മളെടുത്ത ഡിവൈസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് കൗണ്ടിനെ വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? 2 കാറ്റഗറിയിലും പെടുത്താം. ഏതിലൊക്കെ? റാൻഡത്തിലും പെടുത്താം, സിസ്റ്റമാറ്റിക്കിലും പെടുത്താം. സിസ്റ്റമാറ്റിക് ആവുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ 0 കഴിഞ്ഞിട്ട് പിന്നെ ഈ മാർക്കിംഗ് മാത്രമുള്ളൊരു ഡിവൈസും 0 കഴിഞ്ഞിട്ട് ഇടയിലെ മില്ലിമീറ്റർ ഉള്ളൊരു ഡിവൈസും ഉണ്ട്. രണ്ടും ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഈ ആദ്യത്തെ ഡിവൈസ് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ അത് നമ്മുടെ ബയാസാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തെ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കാണ്. പക്ഷേ രണ്ടാമത്തെ റാൻഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ മില്ലിമീറ്റർ സ്കെയിൽ എടുത്തു, പക്ഷേ മില്ലിമീറ്റർ സ്കെയിൽ എടുത്തിട്ടും നിങ്ങൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യാം? ആക്ച്വൽ മില്ലിമീറ്റർ തന്നെ ആവണമെന്നില്ല കോയിൻസൈഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചെടുത്താലും റാൻഡമായിട്ട് എന്ത് ചെയ്യും? ലീസ്റ്റ് കൗണ്ട് എറർ വരും. അതാണ് നമ്മൾ പറഞ്ഞത്, ലീസ്റ്റ് കൗണ്ടിനെ നമുക്ക് റാൻഡം എററായിട്ടും പരിഗണിക്കാം, സിസ്റ്റമാറ്റിക് എററായിട്ടും പരിഗണിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ 2 കാറ്റഗറിയിലും ആരെപ്പെടുത്താത്തത്? ലീസ്റ്റ് കൗണ്ട് എററിനെ പെടുത്താത്തത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമ്മൾ ആൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഇനി ഇതിൽ വീണ്ടും വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പോൾ എറർ അസോസിയേറ്റഡ് വിത്ത് ദ റെസൊല്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പ്രിസിഷനുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതിലൂടെയും എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലീസ്റ്റ് കൗണ്ട് എറർ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ. ഓർത്ത് നോക്കിയേ, ആക്യുറസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പ്രിസിഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ എററുകൾ പറഞ്ഞു. ആക്യുറസി എന്താ? നിങ്ങൾ മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു വാല്യൂ ട്രൂ വാല്യൂവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ആക്യുറസി. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ലിമിറ്റ് വരെ നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് നടത്താൻ സാധിച്ചു എന്നതാണ് പ്രിസിഷൻ. ആക്യുറേറ്റ് ആയതുകൊണ്ട് പ്രിസൈസ് ആവണമെന്നില്ല, പ്രിസൈസ് ആയതുകൊണ്ട് ആക്യുറേറ്റ് ആവണമെന്നില്ല, നിർബന്ധമില്ല, ആവാം. പിന്നെ നമ്മൾ എറർ പറഞ്ഞു. എറർ 2 ടൈപ്പ്, സിസ്റ്റമാറ്റിക്കും റാൻഡവും. സിസ്റ്റമാറ്റിക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേ നടക്കൂ, ഒരു പർട്ടിക്കുലർ സൈസിലേ നടക്കൂ. സിസ്റ്റമാറ്റിക്കിൻ്റെ കീഴിൽ എന്തൊക്കെ വരും? ഇൻസ്ട്രുമെൻ്റൽ എറർ, പേഴ്സണൽ എറർ, പിന്നെ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് മൂലമുള്ള എറർ. റാൻഡം എററിൽ എങ്ങനെ വേണോ അത് സംഭവിക്കാം. പിന്നെ ലീസ്റ്റ് കൗണ്ട് എറർ, അത് എന്ത്? മെഷറിംഗ് ഡിവൈസിൻ്റെ ലീസ്റ്റ് കൗണ്ടുമായി ബന്ധപ്പെട്ടത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ കാറ്റഗറി ഓഫ് എറേഴ്സും ആക്യുറസി ആൻഡ് പ്രിസിഷനും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.